നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ഉപരിചരൻ എന്നു പേരുള്ള ചേതിരാജ്യത്തിൻ്റെ രാജാവ് വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പത്നിയെ തന്നെ ഓർമ്മിച്ചതുകൊണ്ട് രേതസ് ശ്രവിച്ചു. അത് അപ്പോൾ തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരു പരുന്തിനെ വിളിച്ച് തൻ്റെ പത്നിയെ ഏൽപ്പിക്കാൻ രാജാവ് പറഞ്ഞു. പരുന്ത് ആ ഇലപ്പൊതിയും കൊണ്ട് ആകാശത്തുകൂടെ പറക്കുമ്പോൾ വേറൊരു പരുന്ത് അതിൻ്റെ നേർക്ക് പറന്നു വന്ന് രണ്ടുപേരും കൂടെ ആകാശത്തിൽ വെച്ച് കൊക്കുകൊണ്ട് ഒരു യുദ്ധം തന്നെ നടന്നു. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേതസിൻ്റെ പൊതി താഴെ വീണുപോയി. അതും യമുനയിലെ ജലത്തിലാണ് വീണത്. അപ്പോൾ അവിടെ അദ്രികയെന്ന് പേരുള്ള ഒരു അപ്സരസ് ജലക്രീഡയിൽ മുഴുകി ജലത്തിൽ നഗ്നയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ആ സമയത്ത് അവിടെ വന്നു ചേർന്ന ഒരു ബ്രാഹ്മണനെ സമീപിച്ച് അദ്ദേഹത്തിനോട് കാൽ പിടിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹം സന്ധ്യാവന്ദന തൽപരനായി അവിടെ വന്നതാണ്. അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം ഈ കാമചാരിണിയെ കണ്ടിട്ട് അവളുടെ ആഗ്രഹം അറിഞ്ഞിട്ട് എൻ്റെ ധ്യാനത്തിന് വിഘ്നമുണ്ടാക്കിയ നീ മത്സ്യമായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ അദ്രിക എന്നു പേരുള്ള ആ സുന്ദരി ഒരു കരിമീനായി തീർന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 32. ശേനപാദപരിഭ്രഷ്ടം തച്ഛുക്രമഥ വാസവി ജഗ്ഗാഹ തരസാഭിത്യ സാദ്രിക മത്സ്യരൂപിണി. പരുന്തിൻ്റെ കാലിൽ നിന്നും തെറിച്ച് യമുനാജലത്തിൽ വീണുപോയല്ലോ ഉപരിചര വസുവിൻ്റെ പൊതി. മത്സ്യരൂപിണിയായ അദ്രിക അത് വേഗം ചെന്നെടുത്ത് വിഴുങ്ങി. ശ്ലോകം 33. അധ കാലേന കിയതാ മത്സ്യം താം മത്സ്യജീവനഃ സംപ്രാപ്തേ ദശമേ മാസി ബബന്ധതാം മനോരമാം. കുറേ നാൾ കഴിഞ്ഞ 10ാമത്തെ മാസമായപ്പോൾ ഒരു മുക്കുവൻ അഴകുള്ള ആ മത്സ്യത്തെ വലയിട്ട് പിടിച്ചു. ശ്ലോകം 34. ഉദരം വിദദാരാശു സ തസ്യാ മത്സ്യജീവനഃ യുഗ്മം വിനിസൃതം തസ്മാത് ഉദരാത്മാനുഷാകൃതി. ആ മുക്കുവൻ അതിൻ്റെ വയറ് കീറി. അതിൻ്റെ വയറ്റിൽ നിന്നും മനുഷ്യാകൃതിയുള്ള 2 ശിശുക്കൾ പുറത്തു വന്നു. ശ്ലോകം 35. ബാലകുമാരസുഭഗസ്തഥാ കന്യാശുഭാനനാഃ ദൃഷ്ട്വാശ്ചര്യമിദം സോധ വിസ്മയം പരമം ഗതഃ. സുഭഗനായ ഒരാൺകുട്ടിയും അതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും മുക്കുവനെ ആശ്ചര്യം കണ്ട് അത്യധികം വിസ്മയിച്ചു. ശ്ലോകം 36. രാജ്ഞേ നിവേദയാമാസ പുത്രൗ ദ്വൗ തു ഷഡോദ്ഭവൗ രാജാപി വിസ്മയാവിഷ്ടഃ സുതം ജഗ്രാഹ തം ശുഭം. മത്സ്യത്തിൻ്റെ മക്കളായ 2 കുട്ടികളെയും മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു. വിസ്മയാവിഷ്ടനായ രാജാവ് അതിൽ അഴകുള്ള ആൺകുട്ടിയെ മാത്രം സ്വീകരിച്ചു. ശ്ലോകം 37. സ മത്സ്യോ നാമ രാജാസൗ ധാർമ്മിക സത്യസംഗരഃ വസുപുത്രോ മഹാതേജ പിത്രാതുല്യ പരാക്രമഃ. ആ ആൺകുട്ടിയാണ് മഹാപരാക്രമിയും ധാർമ്മികനുമായ മത്സ്യരാജാവ്. ഉപരിചര വസുവിൻ്റെ പുത്രനായ അദ്ദേഹം മഹാതേജസ്വിയും അച്ഛനു തുല്യം പരാക്രമശാലിയുമായിരുന്നു. ശ്ലോകം 38.
കാളികാ വസുനാ ദത്ത തരസാ ജലജീവിനെ നാംന കാളീതി വിഖ്യാത തഥാ മത്സ്യോദരീതിജ. വസു അന്നേരം തന്നെ മുക്കുവന് തിരിച്ചു നൽകിയ പെൺകുഞ്ഞാണ് കാളിയെന്നും അതുപോലെ മത്സ്യോദരിയെന്നും വിഖ്യാതയായി തീർന്നത്. ശ്ലോകം 39. മത്സ്യഗന്ധേതി നാംനാ വൈ ഗുണേന സമജായത വിവർദ്ധമാനാദാശസ്യ ഗൃഹേ സാ വാസവീ ശുഭ. അവൾക്ക് മത്സ്യഗന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണത്താൽ മത്സ്യഗന്ധി എന്ന പേരും ഉണ്ടായി. അവൾ മുക്കുവൻ്റെ ഗ്രഹത്തിൽ തന്നെ വസുപുത്രിയായി വളർന്നു വന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.